രാഹുൽ ഗാന്ധി കേരളത്തിൽ നമ്പർ 1 ആയിരിക്കും. മോദിയേക്കാൾ പോപ്പുലർ കേരളത്തിൽ രാഹുൽ ഗാന്ധിയാണ്. അതൊരു സത്യമാണ്. അത് സർവേ ചെയ്യാതെ തന്നെ നമുക്കറിയാം. കാരണം കേരളത്തിലെ ആൾക്കാർ ഇപ്പോഴും ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയാണ് ചിന്തിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തോ മഹത്തായ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് വയനാടൊക്കെ വന്നിട്ട് 6 ലക്ഷത്തിൻ്റെയൊക്കെ ഭൂരിപക്ഷം കിട്ടും. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ആ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുമോ? അമേഠി കരുത്തോപ്പിച്ച ആളിനെ പിന്നെ വീണ്ടും ജയിച്ചു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അത് സത്യമാണ്. രാഹുൽ ഈസ് നമ്പർ 1 ഇൻ കേരള കമ്പയർഡ് ടു. അതേസമയം ഈ പോപ്പുലാരിറ്റി ഉള്ളപ്പോൾ പോലും രാഹുൽ ഗാന്ധി വന്നാൽ ബസ്സും ട്രെയിനും വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ മറൈൻ ഡ്രൈവ് എന്നറിയില്ല. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വന്നാൽ മോദി വന്നാൽ എന്നറിയും. പ്രവർത്തകരുടെ ബസ്സുണ്ടാകും, ബി ജെ പിക്കാരുടെ. ബട്ട് അതല്ലാതെ പൊതുജനം ഇരച്ചു കയറും. അപ്പം ആരാ പോപ്പുലർ? ഈ പോപ്പുലാരിറ്റി ഇവരുടെ സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അത് സർവേ അഗെയിൻ നിങ്ങൾ ആര് ഏത് പ്രദേശത്ത് എങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നടത്തി എന്നുള്ളതിനെ ആശ്രയിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഈ പൊതു അന്തരീക്ഷമല്ല പലപ്പോഴും ഗ്രൗണ്ടിൽ കാണുന്നത്. ഗ്രൗണ്ടിലെ സിറ്റുവേഷൻ വേറെയാണ്. ആൾ കൂടി എന്നുള്ളത് പോപ്പുലാരിറ്റിയുടെ ലക്ഷ്യമാണ്. പക്ഷേ അത് വോട്ടാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് മോദിയുടെ യോഗത്തിന് 50,000 60,000 ആൾ കൂടുമ്പോഴും വോട്ട് വരുമ്പോൾ ബി ജെ പിക്ക് 18,000 20,000 വോട്ട്. ഈ കൂടിയ ആൾക്കാർ വോട്ട് ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അത് ശരിക്കൊരു രാഷ്ട്രീയ അന്തരീക്ഷം സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പ്രയാസമാണ്. ത്രൂ ഔട്ട് ഇന്ത്യ, കേരളത്തിൽ മാത്രമല്ല.